വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്ക് വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. ആരുമനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവന്നു. മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധുവന്ദനായി തീർന്നിടല്ലേ ദൈവമേ. സാധുവന്ദനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ നിത്യസ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. ഇപ്പോളവ ദൈവമുമ്പിൽ സേവയാം. എന്നെ കാവൽ ചെയ്ത് ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്ത് ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂമിയിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂത വന്നിടും. ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ജീവജല നദികളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാഗതം. നാം ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്നത് ഷെറിൻ തോമസ് എന്ന് പറയുന്ന ഒരു യുവ കലാകാരൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ഈ ഗാനം ഒറിജിനലായിട്ട് പാടിയത് സാധു കൊച്ചു കുഞ്ഞുപദേശയാണ്. കേരളത്തിൽ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ആ ദൈവഭക്തൻ, വളരെ സാധു ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച ആ ദൈവഭക്തൻ എഴുതിയ ഈ ഗാനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ നാമിൻ തുമ്പിലൂടെ നാം പാടിയിട്ടുള്ള ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഈണമാകുന്നു അത്. ആ പാട്ട് കേൾക്കുവാനായി നമുക്ക് സാധ്യമായല്ലോ. ഷെറിൻ തോമസിൻ്റെ കൂടുതൽ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കേൾക്കുവാനായി താല്പര്യമുണ്ടെങ്കിൽ ഷെറിൻ തോമസ് എന്ന യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നാം നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുവാനായി പോവുകയാണ്. ജേക്കബ് ചാക്കോ നമ്മളോടുകൂടെ ഓൺലൈനിൽ വന്നു കഴിഞ്ഞു. അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനായി പോവുകയാണ്. ഹലോ ജേക്കബ്. ഹലോ ബ്ലസൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യെസ്, കേൾക്കാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ കേട്ടു, പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അത് മാറിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായി നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവത്തിലേക്ക് അടയ്ക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഈ മാധ്യമത്തിലൂടെ ഇവിടെ ഉള്ളതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, അങ്ങയുടെ സ്നേഹം ഒരിക്കൽ കൂടെ ഞങ്ങളെ തേടി വന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ അത് ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന വചനമായി തീരുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ജേക്കബിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകൻ അങ്ങയുടെ വചനം പറയുന്ന സമയത്ത് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന് കാരണമായി തീരുവാനും കൃപ ചെയ്യണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഏത് മേഖലയിലായിരുന്നാലും, ഏത് ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിലായിരുന്നാലും, അവരുടെ ആത്മീയ യാത്രയുടെ ഏത് തലത്തിലവരായിരുന്നാലും, അവരുടെ ജീവിതത്തിൽ ഈ പ്രോഗ്രാം ഒരനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയെ അർപ്പിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. സോ ജേക്കബ്, ഈ ആഴ്ച എന്ന് പറയുന്നത് കാനഡയിൽ ഒരു ലോങ് വീക്കെൻഡ് കൂടിയാണ്. കാനഡയിൽ ഞങ്ങളിവിടെ സിവിക് ഹോളിഡേ എന്ന് പറയുന്ന ഒരു അവധി ദിവസമാണ്. മൺഡേയിലാണ് അതിൻ്റെ അവധി ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ലോങ് വീക്കെൻഡ് എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളുടെ വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നുള്ളൊരു വിശ്രമത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ്. എല്ലാവരും പിക്നിക്കുകൾക്കും ഒക്കെ ആയിട്ട് പോകുന്ന ഔട്ട്ഡോർ ഡേ ആണ്. വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഞങ്ങളിപ്പോൾ ടൊറോണ്ടോയിൽ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വലിയ കൊടികുത്തിയ മഴ പെയ്യേണ്ട സമയമാണ്. എന്നാൽ ഇപ്രാവശ്യം വളരെ മഴ തീരെ കുറവാണ്. ഡാമുകളിൽ വെള്ളം വേണ്ടത്രയില്ല. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞയാഴ്ച വളരെ വലിയൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. എനിക്ക് തോന്നി, എനിക്കൊരു ന്യൂസ് പേപ്പർ വായിക്കാനിടയായി തീർന്ന ലോക ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഫക്റ്റ് ചെയ്ത ഒരു ബ്ലാക്ക് ഔട്ട് സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞയാഴ്ച ഇന്ത്യയിലുണ്ടായത് എന്നാണ് കേൾക്കുവാനിടയായി തീർന്നത്. നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയെ ദൈവം അനുഗ്രഹിക്കട്ടെ. കേരളത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഡാമുകളിലെല്ലാം വെള്ളം വളരെയധികം നിറഞ്ഞു കവിയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും സുലഭമായി വൈദ്യുതി ലഭ്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കറണ്ട് വളരെയധികം എൻജോയ് ചെയ്യേണ്ട സമയമാണ്. എന്നാൽ ഇപ്പോൾ തന്നെ അപ്രഖ്യാപിത കറണ്ട് കെട്ടുകളൊക്കെ തുടങ്ങിയെന്നാണ് കേൾക്കുവാനിടയായി തീർന്നത്. അങ്ങനെയൊന്നും ഒരവസ്ഥയിലേക്ക് കേരളം ആയി പോകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ നാടിനെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സോ ജേക്കബ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവറിത്തിങ് ഈസ് ഓക്കെ വിത്ത് യു? Everything is fine. Everything is fine. We are going through the summer. നമുക്ക് കുറച്ച് മഴയൊക്കെ കിട്ടി, ബട്ട് കുറച്ച് റിലീഫാണ്. വി ആർ ഓൾസോ കാനഡയിൽ അത്രയും ഇല്ല, പക്ഷേ ന്യൂസ് പേപ്പേഴ്സിലെല്ലാം ഉണ്ട്. US-ല് I think 30-40% of the southern US is under drought. Okay. 1988 കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. There's a lot of നമ്മുടെ കോൺ ഫീൽഡ്സ് ഒക്കെ കുറെ നശിച്ചു പോയി. ഈ വൈക്കോൽ ഫോഡർ ഉണ്ടാക്കുന്ന ഫീൽഡ്സ് എല്ലാം കുറെ ഉണങ്ങി പോയി എന്നൊക്കെ ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട്. So it's a widespread ഒരു ഫിനോമിന മാതിരി തോന്നുന്നു. We keep everything in his hands. He will provide. കാരണം വിശന്നപ്പോൾ ആക്കെ കൊണ്ട് പോഷിപ്പിച്ച കർത്താവാണ്. ഇസ്രായേൽ മക്കളെ മന്ന കൊടുത്തിട്ട് പോഷിപ്പിച്ച കർത്താവാണ്. ആ കർത്താവ് ഇന്നും ജീവനുള്ള കർത്താവാണ്. അവന് ഇന്നും അതേ amount of power ഉണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പവർ ഒരിക്കലും കുറയത്തില്ല, ഒരിക്കലും കൂടത്തില്ല. Praise God. Amen. So he is as he was earlier and he will be. Amen. He is unchanging. Amen. Unchanging God. Amen. That is our belief, and we stand fast on that belief. Praise God. Hallelujah. There are a lot of things that can happen in front of us, but nothing can change him. Amen. Hallelujah. And we have that written in the word, and we take refuge in that word. Praise God. നമ്മുടെ കോട്ട എന്ന് പറയുന്നത് വചനമാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് വചനമാണ്. Amen. We have a problem, we run to the word. Amen. We have happiness, we run to the word. Amen. We have issues, we run to the word. Word is one solution for all the problems. Amen. So again, നമ്മൾ കുറച്ച് നേരം let me deal with that. It's like when the word says that there is no one solution for all the problems, we Christians, we proclaim that there is only one solution for all the problems. Amen. Hallelujah. Go for it. Amen. And that's where is where Christians look different from this world.
Amen. And many times when we look different, people make fun of us because we are different. Amen. And we believe that the reason why we are different is because the salvation which we have got is different from the rest of the world. Amen. We believe in a system which is different from the rest of the world. We believe in a system where Jesus Christ has died and risen up. So we Amen. believe in that. Nobody else in this world has ever died who has died has risen up. But there is no written history. Hallelujah. But we have written history saying that Jesus Christ rose up again, Amen. and that is a reality. So all rules of nature have been broken in that one person. Amen. And we believe in that one person. Hallelujah. So there's a saying, right? കുതിരയുടെ കുഞ്ഞു കുതിര പോലെ ആയിരിക്കും. Amen. So we follow Jesus Christ, who Yeah. broke all the rules of science, all the rules of this world. So there is every chance that we will also be like that. Amen. There are people who will write off, ninki cancer vandirikana, there is no scope. Etrayo miracles you can hear in this world today. Amen. It's like doctor has written off. You are not the parents have written off kids. Amen. That even he will never be this thing. Amen. Teachers have written off that this guy is a dumb. Amen. He cannot study. And we can look back to history, and you can even look back, see around you. Amen. That there are cancer patients whom doctors have written off are walking on the street Praise God. rejoicing. Amen. There are students whom teachers have written off. There are kids whom parents have written off. Amen. They are all blessed by him. Amen. In Jacob, normally I play a song here. That is, I think it is called Enni Enni Sudikkuvan. എണ്ണമില്ലാത്ത കുറവുകളിനാൽ. ആ പാട്ട് പാടിയിരിക്കുന്നത് ഗ്രേസ് ടൈറ്റസ് എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഇപ്പോൾ സ്കാർബ്രോയിൽ താമസിക്കുന്ന, ടൊറോണ്ടോയിൽ താമസിക്കുന്ന ഒരു സഹോദരിയാണ്. ആ പാട്ട് ഞാൻ പലപ്പോഴും ഇവിടെ പ്ലേ ചെയ്യാറുണ്ട്. ആ പാട്ട് എഴുതിയിരിക്കുന്ന ഗ്രേസ് ടൈറ്റസ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തി, അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം പൂർണ്ണമായി സൗഖ്യം നൽകി. ആ സാക്ഷ്യം നമ്മളിവിടെ ഒരിക്കൽ കേട്ടതാണ്. പ്രിയ മകൾ, അത് വളരെ ശക്തമായിട്ടുള്ള, ജേക്കബ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാനായി യേശുവിന് സാധ്യമായി തീരും. ആ യേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. ആമേൻ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനം നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യാം. സോ ഇറ്റ് ഈസ് സോ ഫ്രഷ് ആൻഡ് ലൈവ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളിവിടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് തത്സമയമാണ്, ലൈവായിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾ ചില ആഴ്ചകൾക്ക് ശേഷം ഒരുപക്ഷെ സ്ട്രീമിലായിരിക്കും നിങ്ങളിത് ശ്രവിക്കുന്നത്. എന്നാൽ ഞങ്ങളിത് റെക്കോർഡ് ചെയ്ത സമയത്ത് ഇത് ലൈവായിട്ടായതിനാൽ ഞങ്ങൾ കഴിവതും ഇതിനകത്ത് ജീവൻ കൊണ്ടുവരുവാനായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ ഒരു മനോഹരമായിട്ടുള്ള ചാറ്റ് റൂം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ നിങ്ങൾക്കും പങ്കാളികളാകുവാനുള്ള ഒരു സുലഭമായിട്ടുള്ള ഒരു അവസരം ഞങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. Thank you for those who have already started sharing your heart in the chat room. Chat roomil നമുക്ക് കുറച്ച് feedbacks ഇവിടെ കിട്ടിയിട്ടുണ്ട്. അബു ആൻഡ് റീന കോശി from Richmond Hill, they are saying about the song what we just heard from Sharon is that is my favorite song. എൻ്റെ ദൈവമഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു, സാധു ജ്ഞാനി ഷോണി തന്നിൽ ഖേദിപ്പാൻ, ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ചൊല്ലുന്നു എന്നുള്ള സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒറിജിനലായിട്ട് എഴുതിയത് ഷെറിൻ പാടിയ ആ പാട്ടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു അബു ആൻഡ് റീന കോശി ഫോർ കമ്മിങ് ടു ദി ചാറ്റ് റൂം ആൻഡ് റൈറ്റിംഗ് ദാറ്റ്. ആൻഡ് Dalfrat from Pondicherry, he is there. He wrote, praise the Lord, brother Blesson and team. God bless you and your ministry, especially the Jeeva Jalanadigal program today. Amen. Thank you, Dalfrat, for being on the chat room and being there, listening and blessing us with your presence right in front of the radio. May God bless you, and I pray that God will give you a very good Friday as you are in India. നമുക്ക് നമ്മളുടെ ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഫോൺ വിളിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ശ്രവിക്കുന്നത് ലൈവായിട്ടാണെങ്കിൽ എന്നെ വിളിക്കാവുന്ന നമ്പർ ഇതാണ്: 416-253-0080 416-253-0080. ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നാം പ്രവേശിക്കുവാനായി പോവുകയാണ്. ജേക്കബ്, ഇഫ് യു ക്യാൻ ടെൽ മീ ദി ബൈബിൾ പോർഷൻ, ഐ വിൽ റീഡ് ദാറ്റ് ഫോർ യു. So we want to continue. We want to dwell in the chapter 13 of Matthew. Amen. And let's look at verse 24 to 30.
ആമേൻ. ഓക്കെ, ഞാനത് വായിക്കുവാനായി പോവുകയാണ്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സോ ഇത് നമ്മൾ ഇതിനു മുമ്പ് ശ്രവിച്ച ഒരു ഉപമയോട് ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് അതേ അധ്യായത്തിലാണ്. പക്ഷെ നമ്മൾ മറ്റേ ഇതിനു മുമ്പത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ ഉപമ എന്ന് പറഞ്ഞാൽ വിതയ്ക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ ഉപമയായിരുന്നു. ഇത് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് അവൻ വിതപ്പ് കഴിഞ്ഞു, വിതച്ചത് എല്ലാം നല്ല സ്ഥലത്ത് വിതച്ചു. സോ അതാണ് ആദ്യത്തെ ആ വാക്യത്തിൽ പറയുന്നത്. The kingdom of heaven is like a man who sowed good seed in his field. Amen. So he has sown the good seed. Amen. That is a good link. That is a very good link. That the previous parable is really completely connected to the new one that we read. Correct. Amen. Correct. So avade vidakkan poguna manushyan vidachu. So what I am trying to say is like നമ്മൾ വിതച്ച് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? Amen. So many times when we read that parable alone, okay, there is a person who is going to sow, and he is going out into the field to sow. Okay, he puts the seed, some fall on the way, some fall on the rock, some fall among the thorns, and then some fall on the good ground. Many people think that the story is over there. Amen. To me, I mean, Jesus had a reason to stop the parable there. Yeah. And what I want to say is like, what is the continuation? So if people are thinking is like, okay, now I have put the seed into the good ground. Now my job is done. So what the second parable, maybe there is a reason for that. If we speculate why Jesus told the second parable second, why didn't he say the second parable first? Anyway, when he said the second parable is about the good seed which is fallen on the ground. So our seed, they are all coming up. അവരെല്ലാം ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം ചെറിയ കോതമ്പ്, ഇതില് കോതമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കോതമ്പിന്റെ മണിയാണ് ഇട്ടിരിക്കുന്നത്. ആ കോതമ്പിന്റെ മണി വലുതാവാൻ തുടങ്ങി. While 25ാം വാക്യത്തിൽ അവർ പറയുന്നത്, while everyone was sleeping, Amen, his enemy came, Amen, and sowed weeds among the wheat. Amen. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. സോ ഇതിൽ നോക്കേണ്ടത്, ഒന്ന് മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ് അവൻ പ്രവർത്തിക്കുന്നത്. Enemy comes during this sleep, when everybody is sleeping, when you are not active, when you are rolling down your guards. Amen. കാരണം നമ്മൾ മാനസിക ശരീരമാണ്, നമ്മൾക്ക് തളർച്ചയുണ്ട്. തളർച്ചയാവുമ്പോൾ നമ്മൾ വിശ്രമിക്കുന്നു. So to take it to a level where നമ്മുടെ ആത്മീയ ജീവിതത്തില് you may be battling a big fight. Amen. And then that is the time when you are saying is like, okay, I need to take some rest. Maybe a difficult job like you are going through a situation where you need God's help, and you are fighting and fighting and fighting, and you are reaching to a position where you are saying is like, I'm tired, I need to sleep. Amen. A sleep എന്ന് പറയുന്നത് is rolling down your guard. നമ്മൾ ഉറങ്ങുമ്പോൾ ഏറ്റവും നമ്മുടെ വീക്കസ്റ്റ് പോയിന്റ് ആണ്, നമ്മുടെ ബലഹീനപ്പെട്ട ഒരു സമയമാണ് ഉറക്കം. ആ ഉറങ്ങുമ്പോൾ ആണ് enemy is coming. Amen. Right? മലയാളത്തിലെ എനിമിക്ക് ശത്രു വരുന്നു. So ശത്രു നോക്കുന്നത് നിന്റെ വീക്ക് ആയിട്ടുള്ള പോയിന്റ് ആണ്. Amen. Hallelujah. So what I want to say is like, നമ്മൾ ക്ഷീണമുണ്ട് നമുക്ക്,
പക്ഷെ ക്ഷീണിക്കുമ്പോൾ നമ്മൾ വീണ്ടും പോകേണ്ടത് ആ ക്രിസ്തുവിന്റെ അടുത്തേക്കാണ്. Amen. Hallelujah. Because that is the time when the enemy is coming. Uh-huh. So had this person put a big fence around his field. Uh-huh. ഇന്നത്തെ കാലത്ത് അമേരിക്കയിലെ കൂടുതലും ഫീൽഡ്സ് ഓപ്പൺ ആണ്. Uh-huh. But just think that if you put a big fence around your field, Uh-huh. would enemy be able to come? Uh-huh. He will not be able to come. Uh-huh. So what is that fence? Amen. So we need to put a fence on around us. Amen. And that is, the fence comes by two things. Uh-huh. Fellowship Uh-huh. and dwelling in the word of God. Amen. Hallelujah. The more and more you start dwelling in the word of the God, there are angels out there who are ready to help you out. Praise the Lord. It means കർത്താവിന്റെ കയ്യില് I mean he is not constrained by anything in this world. നമ്മുടെ ബുദ്ധി ഇന്നും ചെറുതാണ്. We always think it's like ഇപ്പൊ ഞാൻ fence. But the Lord is not constrained by the elements of this world. Uh-huh. So he is much beyond that. Uh-huh. And that is where you have to muster in. That is where fence and varambol, there are like multiple things which are bound together, and that's where the fellowship comes. Uh-huh. Amen. So when you get deep rooted in the word, and when you start having fellowship with others, Amen. you are building that. You are starting the process of building that fence. Praise God. Hallelujah. So you can sleep in peace. Mm-hmm. Praise God. When you give everything to the God, when you എല്ലാം സമർപ്പിക്കുമ്പോൾ Uh-huh. നമുക്ക് സ്വസ്ഥത വരും. ഒരു കൊച്ചു കുട്ടിയുടെ നോക്കുക, Mm-hmm. she sleeps so calmly in the mother's hands because she knows that her mother will not leave her. Praise God. Amen. നമുക്ക് ആ calmness വരുന്നില്ല. But what I want to say is like we should be that calm. Amen. Hallelujah. How that calmness comes is by that faith Uh-huh. that my God will take care of me. Praise God. Hallelujah. ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കാറ്റ് അടിക്കുമ്പോൾ Mm-hmm. ആണ് നമുക്ക് ഏറ്റവും when we have started, what will happen. Mm-hmm. And what I want to say is like root yourself, Praise God. Amen. bind yourself with fellowship. Amen. Hallelujah. So now the enemy has come, Amen. and what does the enemy does? Mm-hmm. Enemy is not putting some fertilizer for your seed. Yeah. So enemy is always sowing weeds. Amen. So പലപ്പോഴും another question which you will get is like, how will I know the person who is going to come is a friend or enemy? Uh-huh. നമ്മൾ ഫെലോഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ there is always that question. ഞാൻ ലോകത്തിൽ ഞാൻ ആരെയാ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്? Uh-huh. Right? How will I know that this person is a friend or enemy? Uh-huh. You will know by what he is doing. Praise God. Hallelujah. He is putting fertilizer, Uh-huh. then you know he is a friend because he is not putting a weed. But Amen. if he is putting a weed, That means, amen. that means he is not a friend. Praise God. Hallelujah. Hallelujah. So what is weed? Mm-hmm. What is simple? Weed is something which is not a wheat. Mm-hmm. ഗോതമ്പല്ലാത്തതാണ് കള. Kala. Amen. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ആണ്. ഗോതമ്പ് അല്ലെങ്കിൽ അത് കളയാണ്. കളയാണ്. Amen. അപ്പോ ഗോതമ്പ് കൃഷിയിൽ എന്ത് ഇട്ടാലും ഗോതമ്പില്ലാതെ എന്ത് ഇട്ടാലും അത് കളയാണ്. Amen. Hallelujah. That can be is some people come with the word of God, they twist it, they turn it, Mm-hmm. they adjust it. Mm-hmm. ഇവരെല്ലാം beautiful, they will all come with praise the Lord, we are a pastor, അങ്ങനെ വരുന്നവരുണ്ട്. Amen. There are people who come with a sweet tongue. Amen. And what they do, so the minute they start, when you know, how will you know a wheat from a ഇപ്പൊ നമ്മുടെ കണ്ണിന് കളയും കോതമ്പും കണ്ടാൽ എനിക്ക് കൃഷിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. Mm-hmm. അപ്പൊ എനിക്ക് കളയും കോതമ്പും തന്നാൽ മോസ്റ്റ് പ്രോബബ്ലി ഐ മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് ഔട്ട് വിച്ച് ഇസ് എ വീറ്റ് ആൻഡ് വിച്ച് ഇസ് ഫ്രം വെൻ യു ആർ ഷോയിങ് മീ എ സീഡ്ലിംഗ്. Yes. ഒരു വീറ്റിന്റെ സീഡ്ലിംഗും ഒരു കിളയുടെ സീഡ്ലിംഗും എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ പറയത്തില്ല ഏതാണ് കിള ഏതാണ് വീറ്റ്. ഐ മേ ബി മേക്കിംഗ് എ ഗെസ്. Yeah. Yeah. And why is that? Mm-hmm.
because I am not in that field. Amen. I'm not in the field of agriculture. If you are in the field of agriculture, if you learn about wheat, the minute you show the wheat and you show the weed, the person would be able to say, oh, this is the wheat and this is the weed. Amen. Again, to the same point. How will you know that this is not from the word? The only way you will know is when you're dwelling in the word, when you start taking courses in that word. Praise God. Hallelujah. എനിക്ക് വീറ്റും കിളയും പറ്റിയിട്ട് അറിയണമെങ്കിൽ what I have to do is find the nearest agriculture college or some university which gives me some basic agricultural degrees and go and study about that, or go do a Google and do a Wikipedia and find out more about that. Amen. Same is about word of God. Amen. How will you know more and more about word of God? Amen. Praise Go God. study. There are so many places today to go and learn about word of God. Praise God. ഇന്നത്തെ ലോകത്ത് ദൈവവചനം പഠിക്കാനുള്ള അവസരം എനിക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. I'm not saying that it's 100% accessible. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ it is 100% accessible. Praise God. Amen. ആ വചനത്തിൽ പഠിക്കുക, ആ വചനത്തിൽ വേരൂന്നുക. That's, you get deep rooted in that. Praise God. Amen. Then once you do that, then you will know what is a wheat and what is a weed. Amen. Amen. And then you will be able to tell who is the enemy. Amen. Hallelujah. So ദൈവവചനത്തിൽ നമ്മൾ വേരൂന്നുമ്പോൾ, when you study the word of God, there are two things which are happening. One, you are building a fence around yourself. You can go in peace to go and take sleep. Second, you know who is the enemy. Praise God. Hallelujah. So there are two things which are happening. ഇന്ന് പലപ്പോഴും ഈ വചനത്തിൽ വേരൂന്ന് വളരാൻ nobody wants to do that because it's an effort taking job. Praise God. Amen. I still know people who want to open, the first thing they do after waking up is open the Bible and dwell in that. And then somebody has told me, it's like, read one chapter a day for 30 days. The same chapter. Oh, okay. Again and again. The same chapter. If you do that, what happens is that chapter will start working in you. Amen. Because ദൈവത്തിന്റെ വചനം എപ്പോഴും പ്രവർത്തിക്കുള്ള വചനമാണ്. It will always be working. It is not a dead word. It's a living word. That's the reason why people call that as a living word. Praise God. Hallelujah. So the more, you need not go. So many people say, ഞാൻ എവിടുന്ന് തുടങ്ങണം, ബൈബിൾ എവിടുന്ന് വായിക്കാൻ തുടങ്ങണം. I'm telling you is like, അതൊന്നും ഒന്നും ആവശ്യമില്ല. All you do is like take one chapter, read for 30 days. Amen. Hallelujah. One chapter, maybe the smallest of smallest chapter. But I'm sure that God will work through that. Amen. Amen. And He will start that process of germination in your heart. When that process starts, you will know. You will know. Amen. എനിക്കോ ബ്ലസ്സെന്നോ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയാണ്. Amen. It's much more than what the words can describe. Praise God. Hallelujah. So let's get back. So the enemy is, so when everybody is sleeping, the enemy came, sowed the weeds in the weeds. Praise God. And he went away. Amen. Right? അവൻ പോയി കളഞ്ഞു. കള വിതച്ചു, അവൻ പോയി. തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. Praise God. Amen. Because when he comes, you cannot stand. But that's another sign. Yeah. Praise the Lord. So he went away. അവൻ പോയി കളഞ്ഞു. Amen. പറഞ്ഞു. Amen. Jacob, we are taking a small break and we'll be back soon. You are listening to Jeevajala Nadigal, a live Malayalam program right here on Waves of Power. Join us here every Thursday Toronto time from 9 to 10 in the evening for a time of learning, worship and discussion. Keep listening and be blessed.
ജീവജല നദികളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്വാഗതം. നിങ്ങളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് വെയ്സ് ഓഫ് പവറിൻ്റെ ജീവജല നദികൾ എന്നുള്ള മലയാളം പ്രോഗ്രാമാണ്. ബ്രദർ ജേക്കബ് ചാക്കോ റിച്ച്മണ്ട് ഹില്ലിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയെ ഇവിടെ നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ദൈവവചനമായ ഈ ഉപമയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നല്ല നിലത്ത് വേണ്ടാത്തത് വളരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജേക്കബ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ളൊരു ഉപമയെന്ന് പറയുന്നതും അതും വിത്തിനോട് അനുബന്ധിച്ച ഒരു ഉപമയാണ്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് നല്ല വിത്താണ്. അത് വളർന്നു. എന്നാൽ ഇത് വളരേണ്ടത് ഒരു ഗോതമ്പ് വയലായിട്ടാണ് വളരേണ്ടത്. എന്നാൽ ഈ വയലിൽ വേറെ കളകൾ വളരുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുവാനിടയായി തീർന്നത്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിലൊക്കെ നാം ദൈവം പാകിയത്, നാം വളരുവാൻ ആഗ്രഹിച്ചതെല്ലാം ഗോതമ്പാണ്, നല്ല മണികളാണ്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും അനുഗ്രഹവും ഒക്കെ നൽകുന്ന വിത്തുകൾ വളരുക, അതിൽ നിന്നും കൊയ്ത്തുണ്ടാകുക എന്നുള്ളതാണ് നാം പ്രതീക്ഷിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി നാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കള മുളച്ചു വരുന്നു. എങ്ങനെയാണ് ഈ കളയുണ്ടാകുന്നത്? ഈ കള എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ഒരു വയലിനെ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു വലിയ കാടായി തീരുവാൻ സാധ്യമാകുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവിടുത്തെ ഈ വ്യക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഉറങ്ങിയ സമയത്ത് ശത്രു വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കളയെ വിധിച്ചതിന് ശേഷം അദ്ദേഹം ഓടിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായി തീർന്നത്. ഇവിടെ നാം ജേക്കബ് വിശദീകരിച്ച മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇവിടെ യഥാർത്ഥ വിത്തിനെയും ഗോതമ്പിനെയും കളയെയും തിരിച്ചറിയുവാനായി ഒരു കൃഷിക്കാരന് സാധ്യമായി തീരണം. ഒരു കള നമ്മുടെ ജീവിതത്തിൽ വീണാൽ അന്നേരം തന്നെ അതിനെ എടുത്ത് കളയുവാനായി ഒരു വ്യക്തിക്ക് സാധ്യമായി തീരണം. ഈ ഉപമയിലെ വ്യക്തിക്ക് അതിന് സാധ്യമായി തീർന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം ഉറങ്ങുന്ന സമയത്താണ്, നാം ആത്മീയമായി അലേർട്ടല്ലാതിരിക്കുന്ന സമയത്ത് ശത്രുവായവൻ ക്രോധത്തിൻ്റെ, കയ്പിൻ്റെ, അസൂയയുടെ, മറ്റ് അഴുക്ക് സ്വഭാവങ്ങളുടെയൊക്കെ വിത്തുകൾ വിതച്ചിട്ട് പോകും. എന്നാൽ നാം ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ഇത് അവിടെ കിടന്ന് വളരും. അത് നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബജീവിതങ്ങളിലൊക്കെ അസ്വസ്ഥതയുണ്ടാക്കും. എന്നാൽ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള കളകളെ പിഴുത് എറിഞ്ഞ് നമ്മുടെ ഗോതമ്പ് വയലിനെ, നമ്മുടെ ജീവിതത്തെ സമ്പന്നമുള്ളതാക്കാം എന്നുള്ളതാണ് നാം പഠിക്കുന്നത്. ജേക്കബ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, വി നീഡ് ടു നോ വാട്ട് ഈസ് വീറ്റ് ആൻഡ് വാട്ട് ഈസ് ദ വീഡ്. ഇവിടെ എന്താണ് ഗോതമ്പ്, എന്താണ് കള എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും നാം ചെയ്യേണ്ടത്, വി നീഡ് ടു നോ വാട്ട് ഈസ് വീറ്റ്, എന്താണ് ഗോതമ്പ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഗോതമ്പിനെ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കളയെ തിരിച്ചറിയുവാനായിട്ടുള്ള ഏക മാർഗം. ഗോതമ്പിനെ അറിയുക എന്ന് പറയുന്നത്, ഗോതമ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നാം അറിയണമെന്നുണ്ടെങ്കിൽ വചനവുമായി ബന്ധമുണ്ടാകണം. ജസ്റ്റ് സ്പെൻഡ് ടൈം വിത്ത് ദ വീറ്റ്, സ്പെൻഡ് സം ടൈം വിത്ത് ദ വീറ്റ് ആൻഡ് യു വിൽ നോ വാട്ട് ഈസ് വീറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് വീറ്റ്. ആമേൻ. അതാണ് നമ്മളിവിടെ പറഞ്ഞു. ജേക്കബ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം, വളരെ സ്റ്റിക്ക് ഔട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായി നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അധ്യായം തന്നെ, ഒരു മാസം എല്ലാ ദിവസവും ആ അധ്യായം തന്നെ പല തവണകൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഒരു ദിവസം ഒരധ്യായം ഒരു മാസത്തേക്കിന് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കിടന്ന് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രൂപത്തിൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, പ്രക്രിയ ചെയ്യും എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റഡി ടൂളും കൂടെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നാം ഈ ഉപമയിലേക്ക് നാം വീണ്ടും കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത്, ഇവിടെ ഒരുവൻ വിതച്ചു ഉടനെ തന്നെ അവൻ പോയിക്കളഞ്ഞു. അവൻ അവിടെ നിൽക്കുവാൻ സാധ്യമല്ല. എപ്പോഴും ഇങ്ങനെ വിതച്ചുകൊണ്ടല്ല നിൽക്കുന്നത്. ഓൾ ഹി ഡസ് just puts the seed and he just ran away. Amen. Hallelujah. So he came, he dropped the weed, and he ran away. Amen. So now what happens to that? So next day എന്ന് പറയുന്നതല്ല, കുറെ ദിവസം കഴിയുമ്പോൾ now it's coming out, right? When this wheat sprouted and formed the heads, then the weeds also appeared. Amen. Jacob, one more thing that sticks out here. ഒരു കാര്യം കൂടെ, ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് അവന് ഈ കളയെ നർച്ചർ ചെയ്യേണ്ട, അതിന് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇവൻ ആകെപ്പാട് ഒരു വിത്തിട്ടു. ഈ വിത്തിനെ പരിപോഷിപ്പിക്കുന്നത് ഇപ്പോൾ ഈ വയലിൻ്റെ ഉടമസ്ഥനാണ് ശരിക്കും ഈ വീടിനും വളമിട്ട് കൊടുക്കുന്നത്.
ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്നത്. പിശാചായവൻ ഒരു ചെറിയ വിത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. മേ ബി അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പറ്റുന്നതാണ്. ഒരു പക്ഷേ ഒരു കോപമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്തയായിരിക്കും. അഴുക്ക് ചിന്തകൾ, ജഡത്തിൻ്റെ ചിന്തകൾ ഇട്ടതിന് ശേഷം പോവുകയാണ്. പിന്നെ നമ്മളതിനെ നർച്ചർ ചെയ്യുകയാണ്, പിന്നെ നമ്മളതിനെ വളവിടുകയാണ്, നമ്മളതിനെ പരിപോഷിപ്പിക്കുകയാണ്, നമ്മൾ തന്നെയാണ് അതിനെ പിന്നെ വളർത്തുന്നത്. അത് ജഡത്തിൻ്റെ സ്വഭാവം. പിശാച് എങ്ങനെയാണ് നമ്മുടെ ജഡത്തെ ഉപയോഗിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണമാണത്. നല്ലൊരു പോയിന്റ് ആണ് പ്ലസൻ അവിടെ അത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ അത് ചെറിയൊരു വിഷയമായിട്ടായിരിക്കും കയറുന്നത്. ചെറിയൊരു ഇൻസിഡന്റ്, ചെറിയൊരു കയ്പിന്റെ അനുഭവം. ഇറ്റ് മേ ബി ആസ് സിമ്പിൾ ആസ് നമ്മൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളവൻ ഇൻഡിക്കേറ്റർ ഇല്ലാതെ നമ്മുടെ ലെയിൻ ചേഞ്ച് ചെയ്തു. I mean, I know there are people, they get offended. Oh, അത് എങ്ങനെ അവനെ ചെയ്യാൻ പറ്റും? അത് we lose our patience. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, it can be as simple as that. It may not be a big thing. It may not be a big exhibit, വലിയൊരു സാധനമല്ല. It can be as simple as that. ചെറിയ നമ്മൾ ഒരു ഉദാഹരണമാണ്. ഒരു ചെറിയ തീയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. തീ എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ലോറിക്കകത്ത് നിറച്ച് തീ കൊണ്ടുവന്ന് ഒരു കാട്ടിലേക്ക് നമ്മൾ ഇറക്കി വിടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി മതി ഒരു കാട് മുഴുവനും കത്തി നശിപ്പിക്കുവാനായി. ഒരു ചെറിയ ഒരു സംഗതിയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇപ്പോൾ ഞങ്ങളെ കാണുകയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വേണ്ടത്ര സ്വരച്ചേർച്ചയിലല്ലായിരിക്കാം നിങ്ങളിപ്പോൾ. തിരിഞ്ഞൊന്ന് നോക്കി ഇതെങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടായിരുന്ന സംഗതി, എവിടെ നിന്നാണ് ഇതൊക്കെ വന്നത്? ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കയറി വന്നു. ആ ചിന്ത ഭാര്യയോ ഭർത്താവോ അതിനെ താലോലിച്ച് വളർത്തി, അത് വലുതായി, അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു വലിയ ഒരു തീയായി അത് വന്നു നിൽക്കുകയാണ്. So going back to the roots is always important. Amen. Why? First is recognizing that this is not what we wanted. Amen. And then going back to the root is like engane this arambichu and pulling it out and throwing it off. Praise God. Now pulling it off and throwing it off does not it's not അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വരത്തില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. So you should keep guard. Amen. That same weed should not come back in. വീട് ഭയങ്കര നമ്മുടെ ഗാർഡൻസിലും ഇവിടെ കാണുന്നത് എത്രയോ ആൾക്കാർ വീഡ് ബ്ലോക്ക് എടുത്തിട്ട് വീടിന് എടുക്കുന്നുണ്ട്. ബട്ട് വീഡ് ബൈ നേച്ചർ ഇസ് എ വെരി സ്ട്രോങ് പ്ലാന്റ്. സോ നമ്മൾ ഒരു ദിവസം എടുത്ത് കളഞ്ഞ കാരണം കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരത്തില്ല, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ വരത്തില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇതേ ഇയർ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടി മുളച്ചു വരുന്നത് കാണാം. Because it is not taken from the root. Amen. Hallelujah. And when you start taking the weed from the root, there are some collateral damage. എന്ന് പറയും അതിന്റെ മലയാളം എക്സാക്ട് ആയിട്ട് എന്താണെങ്കിൽ there are some other things which will be damaged too. ഇപ്പൊ നമ്മൾ ഒരു വീടിന് എടുക്കുകയാണെങ്കിൽ there will be some good grass which may be damaged എന്ന് പറഞ്ഞാൽ അത് ആ പ്രോസസ് അങ്ങനെയാണ്. So there is a bit of pain when you are pulling the weed out of your life. Amen. So if you are going through a situation where you feel that you are you know that this is not the right situation where you are in, ningal soracharcheyunde allengi you don't talk to your friend or you get angry, there is a reason to that. And I would recommend Brasan parnadu pole, let's go down to the root. Amen. Sit in front of God, because if you do not know the root, sit in front of Him. He knows everything. And pray to Him this simple prayer: Lord, I know that this is a mistake, this is the wrong which I am doing. Help me to pull this thing out, because by the word we have that He will help us. All we have to do is call and He will help us. Amen. Hallelujah. And I encourage the brother and the sister who is listening to me, is like, use that. Amen. Use that lifeline. Amen. All you have to do is call Him. Amen. Lord, I recognize that I am going in a sinful way. Praise God. Please come and help me. Hallelujah. I need your help. Praise the Lord. The minute you start praying that simple prayer, it need not be in many words, it need not be in your house, it need not be you are kneeling down, it need not be anything. You may be traveling in the bus, you may be traveling, may be sitting at home, having your dinner, listening to us.
anything. You may be listening to us like maybe 2 weeks from now, a year from now, on Facebook or Ustream or so many other mechanisms. Amen. If God is making you hear God's word, it need not be even my word, somebody's word. God is making you that work in your heart. All you have to do is like, Lord, I give my heart to you. Praise the Lord. You work on it. Amen. And when you do that, He comes in. Praise And the Lord. when He comes in, He does not come in as one person. He comes in as a big army. Because even the devil who has put the seed in your heart is afraid of that Amen. God whom we serve. Amen. Amen. So And that is the reason why he doesn't stick around there. He just Correct. run. Yeah. he has to go. He Yeah. has to അവന് go പോയേ because he പറ്റൂ. cannot Yeah. stand. Amen. Amen. So അവൻ അവിടുന്ന് പോകണം. He cannot stand in front of our God. Amen. Hallelujah. Praise God. So the minute there may be wrong counsels. So there are people in this world who നമ്മൾ you're in a tight situation, നമ്മൾ ഹെൽപ്പിന് ചോദിക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു അഡ്വൈസിന് ചോദിക്കാൻ പോകും. People get in nicely talking into your life, but the minute you see that they do not recognize Jesus Christ, they do not recognize Trinity, they do not believe in Jesus Christ, they are not following the word, you will, or you start talking to them in the word, you will see them going away from you. Amen. That awareness is caused because they cannot stand in front of the Amen. darkness. Cannot stand in front of light. Light can be as small. എത്ര thick darkness ആയാലും ചെറിയ മെഴുകുതിരി മതി. Amen. Amen. To expel it out. Amen. 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 So നമുക്ക് ഫോൺ വരുന്നുണ്ടെന്ന് തോന്നുന്നു. No, it is in a different line, so that is not for Okay. us. Yeah. So next what happens? Okay. It's like the We have actually 5-6 minutes, so before that we need to wrap up. ഇതിൻ്റെ അവസാനം എന്താണ്? എങ്ങനെയാണ് ഒരു കളയെ നശിപ്പിക്കുവാൻ സാധ്യമാകുന്നത്? ഇതിന് ഈസ് ദർ എ ഹോപ്പ് ഫോർ ദിസ് ഫീൽഡ്? ഈസ് ദർ എ ഹോപ്പ് ഫോർ യു? അതാണ് ഇന്നത്തെ നമ്മുടെ റാപ്പപ്പിലേക്ക് നാം വരുന്നത്. So നമ്മൾ അത് ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ if you come to the verse number 29, so this 28ലെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ശത്രു ചെയ്തതാകുന്നുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. Why does that line has to be there? Right? So now here we are changing a picture a bit. നമ്മൾ നോക്കുന്നത് ദൈവത്തിന്റെ സൈഡിൽ നിന്നാണ്. If we come down to the place where Jesus is explaining this parable. So if എവിടെയാണ് verse number 36. So verse number 36 ഒന്ന് വായിച്ചേ. 36 to 40. ഓക്കെ. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amen. So that explains the whole story for you. Praise God. So if today if there are people who are listening to me who are doing that wrong counsel to a brother, to a sister, if you know that you are doing a wrong counsel to a brother and sister, I would want you to read to the verse number 40. Amen. So when the weeds are pulled up, they are burnt in fire. Amen. There is a judgment day that is coming. Many people go with that feeling that there is no judgment. Oh, യേശു ക്രിസ്തു വരുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. He is never going to come. Amen. But do not be in that false hope. Praise God. Hallelujah. That's the message to me for that person who knows that he is giving a wrong counsel to somebody. Amen.
ജേക്കബ്, ഇന്ന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ ഉപമയ്ക്ക് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമയത്ത് ഇതിനൊരു ആപ്ലിക്കേഷനുണ്ട്, ഇതിനൊരു പ്രായോഗികമായിട്ടുള്ളൊരു തലമുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളുടെ ഫലത്തെ പിടിച്ചു വെക്കുന്ന, നശിപ്പിച്ചു കളയുന്ന, നമ്മളുടെ ഗോതമ്പ് വയലിനെ മലിനമാക്കുന്ന, അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കുന്ന, ഉൽപ്പാദനശേഷിയെ കുറച്ച് നമ്മളുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന കളകളെ നാം നുള്ളിക്കളയാവുന്നതിനെ നാം നുള്ളിക്കളയണം. എന്നാൽ യേശു കർത്താവ് ഇതിൻ്റെ ഒരു എസ്കറ്റോളജിക്കൽ ഇതിൻ്റെ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന മറ്റൊരു അർത്ഥത്തെയും യേശു ഈ ഉപമയുടെ അർത്ഥമായി വിശദീകരിക്കുന്നുണ്ട്. അതിനെയുമാണ് നാം കണ്ടത്. ഈ ലോകത്തിൽ അനേകമായിട്ടുള്ള ഈവിൾ പവേഴ്സ് ഇപ്പോഴും നമുക്ക് കാണുവാനായി സാധ്യമായി തീരും. നമ്മളുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ നോക്കുകയാണെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നവരൊക്കെ തടിച്ചു കൊഴുക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് കാണുവാനായി തീരും. ഗോതമ്പ് വളരുന്നത് പോലെ തന്നെ കളയും വളരുന്നത് നമുക്ക് കാണുവാനായി തീരും. ഗോതമ്പിനോടൊപ്പം തന്നെ ഞെളിഞ്ഞ് നിൽക്കുന്ന കളകളെ നമുക്ക് കാണുവാനായി തീരും. ഈ കപടഭക്തിയെയും കപടമുഖങ്ങളെയും എല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള മഹത്തരമായിട്ടുള്ള ഒരു സന്ദേശവും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. മലാഖിയുടെ പുസ്തകം, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നൊരു കളയായി മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു കളയാണോ? നിങ്ങൾ എപ്പോഴും ഒരു കളയായി നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീസസ് ഈസ് ആസ്കിങ് you, if you are willing, he is willing to transform you into a good seed. Amen. നിങ്ങളൊരു കളയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഒരു നല്ല വിത്താക്കി തീർക്കുവാനായി ദൈവത്തിന് സാധ്യമായി തീരും. അതാണ് ഇപ്പോൾ ജേക്കബ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ഒരു രൂപാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. Amen. Oh Lord, thank you, Lord. You are a God of transformation, Father. Amen. Father, we believe that you can transform any kind of life who's listening to us, Father. Amen. Father, it can be a weed, it can be a person who's sleeping through his period, Father. But we know that when you touch the heart, Father. Praise we God. cannot touch Amen. the heart. We can just speak, and these instruments can spread our sound, Father, but it's you who is touching there, Father. Praise it's God. you who is going to touch that life, Father. Hallelujah. And this time we want to pray for that brother, for that sister, Father, who does not know what's the difference between the weed and the wheat, Father. Hallelujah. May he turn to you, Father. Amen. I want to pray for that brother who knows that he is a weed, Father. Amen. I wanted to ask him to turn to you, Father. Amen. I want you to work in their hearts, Father. There is Praise God. nothing which cannot be changed by you, Father. You are an almighty God, Father. At this time, we want to close in that prayer, Father. Thank you for giving us this opportunity to spread your word, Father. Yes, Jesus. In the capabilities which you have given, we Father. love We you, want to Jesus. pray for Brother Vincent, Father. Amen. The way you have blessed him, Father. Praise God. And the way you have given him the thought to Amen. build this kind of a service. Amen. Use the facilities, use the inventions which you have given through people, Father, for your betterment, Father. There is nothing which we want, Father. It's all for your glory, Father. Praise God. In your name we ask. Amen. Hallelujah. 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 Jacob, thank you again for coming. ദൈവം ജേക്കബിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ബൈബിൾ പഠനം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വേസ് ഓഫ് പവറിൽ 24 മണിക്കൂറും തത്സമയം കഴിവതും ഞങ്ങളിവിടെ പ്രോഗ്രാം ലൈവ് ഞങ്ങൾ സ്ട്രീം ചെയ്യുന്നു. ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ മാത്രമേ മലയാളം പ്രോഗ്രാമിനായി ഞങ്ങൾ നീക്കി വെച്ചിട്ടുള്ളൂ. അത് എല്ലാ വ്യാഴാഴ്ചയും ടൊറോണ്ടോ സമയം രാത്രി 9 മുതലാണ്. ഇന്ന് നാം കേട്ട ഈ ഉപമ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഉപമയായിരുന്നു. ഈ ഉപമയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ് മീ സീ ഇഫ് ഐ ഹാവ് എനി അപ്ഡേറ്റ്സ് ഹിയർ. ആൻഡ് താങ്ക് യു എവ്രി വൺ for those who for everyone who have joined in the chat room and for your feedbacks. I pray that God will bless you continuously.
Jacob, we are actually going to listen to this Malayalam song which is sung by Grace Titus. Grace Titus പാടിയിരിക്കുന്ന ഈ പാട്ട് നാം ശ്രവിക്കുവാനായി പോവുകയാണ്. ദൈവം മാരകമായിട്ടുള്ള ഒരു രോഗത്തിൽ നിന്നും പ്രിയ സഹോദരിയെ ദൈവം വിടുവിച്ചു. ഇപ്പോൾ യേശുവിന് വേണ്ടി തൻ്റെ സ്വരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാട്ട് ശ്രവിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്തയാഴ്ച നമുക്ക് ഇവിടെ ഇതേ സമയം കാണാം. ഈ പാട്ട് നമുക്ക് ശ്രവിക്കാം. ജേക്കബ് വിൽ ബി സ്റ്റിൽ ഓൺ ദ ലൈൻ.